ഫാമിലീസിന് ചിലപ്പോൾ നല്ലപോലെ കണക്റ്റ് ആവും, പക്ഷേ പയ്യന്മാരതിൽ എനിക്ക് അങ്ങനെ കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് വെച്ചിട്ട് നമ്മൾ അതിലൊരു മെസ്സേജാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് അവസാന സിനിമ കണ്ടിറങ്ങുമ്പോൾ കണ്ണ് നനഞ്ഞു അബ്ജാതി നമുക്ക് ഫീൽ. ഞാൻ കൂടുതൽ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. പടം കുഴപ്പമില്ല, എനിക്ക് എന്ന് വെച്ചാൽ ഒരു ഫീൽ ഗുഡായിട്ട് അവർ ട്രൈ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നന്നാക്കിയിരുന്നെങ്കിൽ നല്ലൊരു പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് സെൻറ്റിമെൻറ്റ്, ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം ഒരു മെസ്സേജ് തന്നെയാണ് പടം നിർത്തിയിരിക്കുന്നത്. ഒരു വട്ടം നമുക്ക് കാണാവുന്നതാണ്, പക്ഷേ കുറച്ചുകൂടെ നന്നായിട്ട് എടുത്തിരുന്നെങ്കിൽ പടം കുറച്ചുകൂടെ വിജയിക്കുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് വെച്ചിട്ട് നമ്മൾ അതിലൊരു മെസ്സേജാണ് കാണിച്ചേക്കുന്നത്. ഫാമിലീസിന് ചിലപ്പോൾ നല്ലപോലെ കണക്റ്റ് ആവും, പക്ഷേ പയ്യന്മാരതിൽ എനിക്ക് അങ്ങനെ കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയാണ്. തിയേറ്ററിൽ ആൾ കയറാൻ ഇത് OTT നമുക്ക് അത്യാവശ്യം ഓടുന്ന ഇതാണ്. ഇപ്പം ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടെ നന്നാക്കിയിരുന്നെങ്കിൽ തിയേറ്ററിൽ ആൾ കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ആ ഒരു ഇത് എനിക്ക് അതായിട്ട് തോന്നുന്നില്ല. പടം തരുന്നത് ഒരു മെസ്സേജ് തന്നെയാണ്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഉള്ള എന്താ പറയുക, ഇപ്പോൾ ഈ പ്രണയവും കാര്യങ്ങളും അത് തമ്മിലുള്ള മെസ്സേജ് തന്നെയാണ്. ഒരു ചെറിയൊരു കുഞ്ഞു മെസ്സേജാണ് ഫാമിലീസിന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു റൂമിൽ നമ്മളൊരു അച്ഛനമ്മയൊക്കെ ഉള്ള ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ഒരു റൂമിലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നതെന്നുള്ള ഒരു ശ്രദ്ധാലു കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടുള്ള ലൈഫിലുള്ള ആ ഒരു ഇത് കീപ്പ് ചെയ്യാന്നുള്ളത് ഇതാണ് കാണിക്കുന്നത് മെയിനായിട്ട്. ഇപ്പം ഇന്ന ആളില്ല എന്ന് പറയുന്നത് ചിലപ്പം ഇപ്പം ഇറങ്ങിയ ആ വലിയ പടം അത്ര നന്നായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാവിലെ കണ്ടതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെയും തിരക്കേടില്ല. അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ പടം കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും മലയാളത്തിൽ ഇപ്പം തമിഴ് വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഈ പടം എന്തായാലും ആ കണ്ടൊരു കണ്ടിരുന്നെങ്കിൽ ഈ പടം കുറച്ചുകൂടെ ഓടിയെന്ന് പറയാം. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും, ഫാമിലീസിന് എന്തായാലും ഇഷ്ടപ്പെടും. അതിന് ഭയങ്കര പടമൊന്നുമല്ല, അത്യാവശ്യം കണ്ടിരിക്കാം എന്നുള്ളൊരിതാണ് എനിക്ക് തോന്നിയത്. വൺ ടൈം വാച്ചബിളാണ്. ഗുഡ്, കൊള്ളാം, സൂപ്പർ സിനിമയാണ്. നമുക്ക് ദൈവത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ കാണേണ്ടതാണ്. നല്ലൊരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് അവസാന സിനിമ കണ്ടിറങ്ങുമ്പോൾ കണ്ണ് നനഞ്ഞു അബ്ജാതി നമുക്ക് ഫീൽ ചെയ്ത് ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ നമ്മളങ്ങനെ കരയിപ്പിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് സിനിമയിൽ. നമ്മൾ ചെയ്യാനുള്ള പകുതി ചെയ്താൽ ബാക്കി ദൈവം നമ്മളെ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സിനിമയിൽ അവർ തരുന്ന ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ. പക്കാട് കണക്റ്റ് ആവും. സൈജു ഗ്രൂപ്പൊക്കെ പക്ക ആക്ടിങ് ആണ്. സണ്ണി വെയിൻ്റെ പെർഫോമൻസ് ഒക്കെ കിടിലാണ്. എടുത്തു പറയാൻ പടത്തിൽ പക്ക മേക്കിങ് കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. നല്ല ഡ്രോൺ ഷോട്ട്സ് ഒക്കെ അടിപൊളിയായിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ സ്റ്റോറി ടെല്ലിങ് എല്ലാം അടിപൊളിയാണ്. എല്ലാവരുടെ അഭിനയവും കിടിലാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല രീതിയിൽ എമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലാണ് അവർ എടുത്ത് വെച്ചേക്കുന്നത്. പടത്തിലോട്ട് ലാഗും കാര്യങ്ങളൊന്നുമില്ല. യൂത്തിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഫാമിലി ഓഡിയൻസ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ദൈവവിശ്വാസമുള്ളവർക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവുന്ന രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഒരു പക്ക മെസ്സേജാണ്. നമ്മൾ എപ്പോഴും നമുക്ക് ദൈവത്തിൽ കൂടെ വിശ്വാസം വേണം. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ പകുതി കാര്യം നോക്കും, ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് സിനിമ മെസ്സേജ് തരുന്നത്. സൈജു ഗ്രൂപ്പാണ് മെയിൻ റോൾ വരുന്നത്. സണ്ണിവൻ കുറച്ച് ചെറിയ റോളുകൾ. സൈജു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് കൊള്ളാം. നല്ല രീതിയിൽ പുള്ളി ആ ഒരു ക്യാരക്ടറിന് എന്താണ് വേണ്ട ആ ഒരു മീറ്റർ തന്നെയാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത്. തിയേറ്ററിൽ ആൾ കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഓരോരുത്തർ കണ്ട് അവരിങ്ങനെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ സിനിമ കയറുമായിരിക്കും. എന്തായാലും വലിയ പൊറോട്ട് നാടകമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം സൈജു ഗ്രൂപ്പിൻ്റെ ഇതിന് മുന്നിറങ്ങി പൊറോട്ട് നാടകം അങ്ങനെയുള്ള സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ബെറ്ററാണ്. കുറച്ച് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ പടം വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഗോഡ് കുഴപ്പമില്ല, നല്ലൊരു സിനിമയാണ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു കുഞ്ഞു സിനിമ, ഒരു ഫീൽ ഗുഡ് പടമാണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുഴപ്പമൊന്നുമില്ല. എക്സ്പെക്ട് ചെയ്യാതെയാണ് ഞാൻ തിയേറ്ററിൽ വന്നത്. ഇഷ്ടപ്പെട്ടു. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, മെസ്സേജില്ല, ഇത് ജസ്റ്റ് ഫാമിലി ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു ലൈനാണ്. ഞാൻ കൂടുതൽ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. സൈജു ഗ്രൂപ്പ്, സണ്ണി വെയിനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് ഇമോഷനൊക്കെ കുഴപ്പമില്ലാതെ തോന്നി. ഓവറോൾ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ പാട്ടുകൾ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കൊക്കെ എടുത്ത് പറയണം. ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കെല്ലാം നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലസ് മ്യൂസിക്കൊക്കെ. ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു സിനിമ, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ചെറിയൊരു സിനിമ. ഫസ്റ്റ് പോയി കാണുക, അത്രേ ഉള്ളൂ.